ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता विशाखान्वितं हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे वैराग्य विद्या निज भक्ति योग शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपास्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तिशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ചൈതന്യ ചരിതാമൃത മധ്യലീല 10ാമത്തെ അധ്യായം 136ാമത്തെ ശ്ലോകം മുതൽക്ക് അല്ലേ? 136 അല്ലേ? ഏതസുനി സർവഭാമ പ്രഭുരെ പൂച്ചില പുരി ഘോഷാണി ശൂദ്ര സേവക കാൻകേതാരാ കീല. ശരണ്യ മാതാജി മ്യൂട്ടിലാണ്. സോറി. ഏതശൂനി സർവഭൗമ പ്രഭുരെ പുച്ചില പുരി ഗോസായി ശൂദ്ര സേവക കാൻഹെത്താരാഖില. Very good. After hearing this, Sarvabhauma Bhattacharya asked Sri Chaitanya Mahaprabhu, why did Ishwarapuri keep a servant who comes from Shudra family? ചൈതന്യ മഹാപ്രഭു അവിടെ പുരിയിലെത്തിയിരിക്കുകയാണ്. എല്ലാ അസോസിയേറ്റ്സും എല്ലാ ഡിസൈപ്പിൾസും ഭക്തന്മാരും എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഓരോരുത്തരെ അവരവരുടെ ബെഫിറ്റിംഗ് വേല റെസ്പെക്ട് കൊടുക്കുന്നു. ചിലവർ അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രണമിക്കുന്നു. അവരവരുടെ ഇപ്പോൾ പരമാനന്ദപുരി അവരൊക്കെ അതൊക്കെ പ്രണാമം. കാരണം എന്താണ്? പരമാനന്ദപുരി ആരാണ്? ഈശ്വരപുരിയുടെ ഗോഡ് ബ്രദറാണ്. അപ്പോൾ തൻ്റെ ഗുരു മഹാരാജനെ എങ്ങനെ വന്ദിക്കുന്നു അതേപോലെ ചില ആൾക്കാർ ആലിംഗനം ചെയ്യുന്നു, ചില ആൾക്കാർ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലിൽ കൊണ്ട് നമസ്കരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ആ സ്ഥാനമാനം അനുസരിച്ചിട്ട് അവരെ ആദരിച്ച് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ചില ആൾക്കാർ പുതിയ ആൾക്കാരാണ്, അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആര്? സർവഭൗമ ഭട്ടാചാര്യൻ. അപ്പോൾ അവരെല്ലാം അതിൽ ഗോവിന്ദ് വന്നു. ഗോവിന്ദൻ പറഞ്ഞാൽ ആരാണ്? ഗോവിന്ദൻ? ഈശ്വരപുരിയുടെ ഡിസൈപ്പിളാണ്. ഓക്കെ, ആ ഈശ്വരപുരിയുടെ ഡിസൈപ്പിളാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ തൻ്റെ ഗോഡ് ബ്രദറാണ് അല്ലെ? അപ്പൊ അവരെ ആക്ച്വലി ഒരു സേവകനായിട്ട് നിർത്താൻ പാടില്ല ശാസ്ത്രപ്രകാരം. പക്ഷെ ഇത് ആരുടെ ആജ്ഞയാണ്? ഈശ്വരപുരിയുടെ സ്വന്തം ആഗ്രഹപ്രകാരമാണ്. അപ്പോ ശാസ്ത്രം പറയുന്നുണ്ട് ഒരു സേവകനായിട്ട് തൻ്റെ ഗോഡ് ബ്രദറെ വെക്കാൻ പാടില്ലെങ്കിലും ഇത് ഇൻസ്ട്രക്ഷൻ തൻ്റെ സ്പിരിച്വൽ മാസ്റ്ററുടെ പക്കൽ നിന്ന് വരുന്നതുകൊണ്ട് അത് സ്വീകരിക്കാമെന്ന് സർവഭൗമ ഭട്ടാചാര്യ അവിടെ പറയുകയാണ്. അതേപോലെ കാശി മിശ്രയും ഗോഡ് ബ്രദറാണ്. അപ്പോൾ രണ്ടുപേരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ
സേവകന്മാരായിട്ട് വരികയാണ് ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനുശേഷമാണ് പറയുന്നത്, ആഫ്റ്റർ ഹിയറിംഗ് ദിസ് സർവഭൗമ ഭട്ടാചാര്യ ആസ്ക്ഡ് ശ്രീ ചൈതന്യ മഹാപ്രഭു, വൈ ഡിഡ് ഈശ്വരപുരി കീപ് എ സെർവന്റ് ഹു കംസ് ഫ്രം എ ശൂദ്ര ഫാമിലി? അതായത് ഈശ്വരപുരി എന്തുകൊണ്ടാണ് ഒരു ശൂദ്ര കുടുംബത്തിൽ വന്നുള്ള ഒരു സേവകനെ വെച്ചത്? സാധാരണ എല്ലാവരും എന്താണ്, അവരൊക്കെ ബ്രാഹ്മണന്മാരാണ്, ബ്രാഹ്മണന്മാരിൽ വെക്കേണ്ടത്. എന്തുകൊണ്ട് ശൂദ്ര ഫാമിലിയിൽ നിന്ന് വന്നത്? ഇവിടെ പറയുന്നത്, ബോത്ത് കാശീശ്വര ആൻഡ് ഗോവിന്ദ വേർ പേഴ്സണൽ സർവൻസ് ഓഫ് ഈശ്വരപുരി. രണ്ടുപേരും പേഴ്സണൽ സർവൻസ് ആയിരുന്നു ആരുടെ? ഈശ്വരപുരിയുടെ. ആഫ്റ്റർ ഈശ്വരപുരീസ് ഡിമൈസ്, അദ്ദേഹത്തിന്റെ കാലശേഷം, കാശീശ്വര വെന്റ് ടു വിസിറ്റ് ഓൾ ദ ഹോളി പ്ലേസസ് ഓഫ് ഇന്ത്യ. Following the orders of spiritual master, Govinda immediately went to Sri Chaitanya Mahaprabhu for shelter. അപ്പോ അദ്ദേഹത്തിന്റെ ഈ ഇവിടുന്ന് ഈ മർത്യലോകത്ത് നിന്ന് പോയ ശേഷം, ഡിസപ്പിയറിന് ശേഷം, കാശീശ്വരൻ എന്ത് ചെയ്തു? എല്ലാ തീർത്ഥാടനത്തിന് പോയി, എല്ലാ തീർത്ഥസ്ഥലങ്ങൾക്കും പോയി. ആൻഡ് ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എവിടെ പോയി? അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കാൻ വേണ്ടി പോയി. ഗോവിന്ദ കെയിം ഫ്രം എ ശൂദ്ര ഫാമിലി, ബട്ട് ബിക്കോസ് ഹി വാസ് ഇനീഷ്യേറ്റഡ് ബൈ ഈശ്വരപുരി, ഹി വാസ് സർട്ടൻലി ബ്രാഹ്മണ. അപ്പോ ജന്മം കൊണ്ട് ഗോവിന്ദ ഒരു ശൂദ്ര ഫാമിലിയിൽ ജനിച്ചാലും അദ്ദേഹത്തിന് ദീക്ഷ കൊടുത്തത് ആര്? ഈശ്വരപുരി. ബ്രാഹ്മണിക്കൽ ആ ലെവലിലേക്ക് ഉയർത്തി. അവർക്ക് ബ്രാഹ്മണന്മാരുടെ യോഗ്യത ഉണ്ടായതുകൊണ്ടാണല്ലോ അവർ ആ ദീക്ഷ കൊടുത്തത്. എല്ലാം കൊടുക്കില്ലല്ലോ. ഒരാള് ദീക്ഷ എന്ന് പറഞ്ഞാൽ ദീക്ഷ കൊടുക്കുന്ന ആൾക്കും ദീക്ഷ കിട്ടുന്ന ആൾക്കും യോഗ്യത വേണം. ആർക്കും ദീക്ഷ കൊടുക്കാൻ പറ്റില്ല, ആർക്കും ദീക്ഷ സ്വീകരിക്കാനും പറ്റില്ല. അപ്പൊ ദീക്ഷ സ്വീകരിക്കുന്ന ആൾക്കാർക്കും ചില മിനിമം ക്രൈറ്റീരിയ യോഗ്യതകൾ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ദീക്ഷ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതായത് ദീക്ഷ കൊടുക്കുന്ന ആൾക്കാരും അതിനുള്ള യോഗ്യത ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ശൂദ്ര കുടുംബത്തിലാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ഇപ്പൊ പ്രഭുപാദ എല്ലാവരും ബ്രാഹ്മണന്മാർക്കാണോ കൊടുത്തിരിക്കുന്നതല്ല. ശൂദ്ര ലെവലിന് അവരെ ബ്രാഹ്മണന്മാരുടെ ലെവലിലേക്ക് ഉയർത്തി, അവരെ സന്യാസിവര്യമാരാക്കി, അവരെ ആചാര്യന്മാരാക്കി. കാരണം ആ തലത്തിലേക്ക് ഉയർത്തി അവരെ കൾച്ചേർഡ്, സിവിലൈസ്ഡ് പ്യൂർ ഡിവോട്ടീസ് ആക്കി മാറ്റി. അപ്പൊ കുടുംബം എവിടെ ജനിച്ചു, ഏത് ജാതിയിൽ ജനിച്ചു, ഏത് കുലത്തിൽ ജനിച്ചു, ഇതല്ല അതിന്റെ ക്രൈറ്റീരിയ. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ 4 വർണ്ണങ്ങള് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ശൂദ്ര ഫാമിലിയിൽ വന്നാലും കൂടിയിട്ട് അദ്ദേഹം ഈശ്വരപുരിയുടെ പക്കൽ നിന്നാണ് ദീക്ഷ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വാസ് certainly ബ്രാഹ്മണ. സർവഭൗമ ഭട്ടാചാര്യ ഹിയർ ആ ശ്രീ ചൈതന്യ മഹാപ്രഭു, വൈ ഈശ്വരപുരി അക്സെപ്റ്റഡ് ഡിസൈപ്പിൾ ഫ്രം എ ശൂദ്ര ഫാമിലി? എന്തുകൊണ്ടാണ് ഒരു ശൂദ്ര കുടുംബത്തിൽ നിന്ന് ഒരു ശിഷ്യനെ സ്വീകരിച്ചതെന്ന് സർവഭൗമ ഭട്ടാചാര്യ ചോദിക്കുകയാണ്. അക്കോർഡിംഗ് ടു സ്മൃതി ശാസ്ത്ര, which gives directions for the management of the Varnashrama institution, a Brahmana cannot accept a disciple from the lower caste. ഇപ്പോൾ വർണ്ണാശ്രമ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രകാരം, സ്മൃതി ശാസ്ത്ര പ്രകാരം, ഒരു ബ്രാഹ്മണന് ഒരു ശിഷ്യനെ സ്വീകരിക്കാൻ പറ്റില്ല. ലോവർ കാസ്റ്റ് അതായത് നമുക്കറിയാം ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിൽ എസ്പെഷ്യലി ലോവർ കാസ്റ്റ് പറഞ്ഞ ശൂദ്രയാണ്. മറ്റത് 3 പേർക്കും എന്താ ഈവൻ ഉപനയനം കൂടി ചെയ്യാനുള്ളതുണ്ട്, ഇൻക്ലൂഡിങ് വൈശ്യാസ്. ഇൻ അതർ വേർഡ്സ്, എ ക്ഷത്രിയ, വൈശ്യ ഓർ ശൂദ്ര കനോട്ട് ബി അക്സെപ്റ്റഡ് എസ് സെർവന്റ്. അതായത് ബ്രാഹ്മണന്മാർക്ക് സെർവന്റ് കാര്യം പറയുന്നത്, ക്ഷത്രിയനെ, വൈശ്യനെ, ശൂദ്രനെ സെർവന്റ് ആയിട്ട് സ്വീകരിക്കാൻ പാടില്ല. ഇഫ് എ സ്പിരിച്വൽ മാസ്റ്റർ അക്സെപ്റ്റ് സച്ച് എ പേഴ്സൺ, ഹി ഈസ് കണ്ടാമിനേറ്റഡ് എന്ന് പറയും. അപ്പോൾ ബ്രാഹ്മണന്മാരെ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അവരൊക്കെ ബിഫിറ്റിംഗ് അതാണ്. ഒരു ക്ഷത്രിയനെ, വൈശ്യനെ, ശൂദ്രനെ സ്വീകരിക്കാൻ പാടില്ല സേവകനായിട്ട്. ഇഫ് എ സ്പിരിച്വൽ മാസ്റ്റർ അക്സെപ്റ്റ് സച്ച് എ പേഴ്സൺ, ഹി ഈസ് കണ്ടാമിനേറ്റഡ്. ഇവിടെ ആ എന്താ പറയുക, അതായത് മുച്ചി എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ്. ലോവർ കാസ്റ്റിനാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. Sarvabhauma Bhattacharya therefore asked why Ishwarapuri accepted a servant or disciple born of a Shudra family. In answer to this question, Sri Chaitanya Mahaprabhu replied that his spiritual master, Ishwarapuri, was so empowered that he was as good as the Supreme Personality of Godhead.
ഈശ്വരപുരി ഒരു സാധാരണ വ്യക്തിയല്ല, പരമഭക്തനാണ്. ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, ആസ് ഗുഡ് ആസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ആസ് സച്ച് ഈശ്വരപുരി വാസ് ദ സ്പിരിച്വൽ മാസ്റ്റർ ഓഫ് ദ ഹോൾ വേൾഡ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സ്പിരിച്വൽ മാസ്റ്റർ ആണ്. ഹി വാസ് നോട്ട് സെർവന്റ് ഓഫ് എനി മണ്ടൈൻ റൂൾ ആൻഡ് റെഗുലേഷൻ. അപ്പോ സാധാരണ നിയമങ്ങള്, അതായത് ഈ ലോകത്തിലുള്ള സാധാരണ ആൾക്കാരൊക്കെ, നമ്മളെപ്പോലുള്ള ആൾക്കാർക്കുള്ള നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനത്തെ ആൾക്കാർക്ക് ബാധകമല്ല. അവരൊക്കെ ഏത് വ്യക്തിയും ഏത് തലത്തിലേക്കും ഉയർത്തിക്കൊണ്ടുവരാനുള്ള പവർ ഉണ്ട്. ദേ ആർ എംപവേർഡ് റെപ്രസെന്റേറ്റീവ്സ്. അതുകൊണ്ട് മണ്ടൈൻ റൂൾ ആൻഡ് റെഗുലേഷൻ അവർക്ക് ബാധകമല്ല. ഒരു രാജാവിന് ആ രാജ്യത്തിലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ബാധകമല്ല. ഓക്കെ, അദ്ദേഹം വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ റോഡ് കൂടെ പോവാണ്, അദ്ദേഹത്തിന്റെ എൻടൂറേജോടുകൂടി വാഹനത്തിൽ പോവാണ്. അപ്പോൾ സ്ട്രീറ്റിലെ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും യെല്ലോ ലൈറ്റും ഒന്നും അവർക്ക് ബാധകമില്ല. രാജാവാണ് പോകുന്നത് അല്ലെ. നമ്മൾ പോയാലോ നമ്മൾ പിടിച്ചു കൊണ്ടിടും റെഡ് ലൈറ്റ് ബ്രേക്ക് ചെയ്ത്. അപ്പൊ എങ്ങനെ രാജാവിന് അവിടുത്തെ ആ ചില നിയമങ്ങളൊന്നും ബാധകമല്ല, അതേപോലെ ഭഗവാന്റെ എംപവേർഡ് റെപ്രസെന്റേറ്റീവ്സിന്, സ്പിരിച്വൽ മാസ്റ്റേഴ്സിന് ഇങ്ങനത്തെ മണ്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ബാധകമല്ല എന്നാണ് പറയുന്നത്. An empowered spiritual master like Ishwarpuri can bestow his mercy upon anyone. അവരുടെ കൃപാകടാക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഏത് തലത്തിനും ഏത് തരത്തിലേക്കും ഉയർത്താനുള്ള കഴിവുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓർ ക്രീഡ്. അവിടെ കാസ്റ്റും ക്രീഡും കളറും നാഷണാലിറ്റിയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ദ കൺക്ലൂഷൻ ഈസ് ദാറ്റ് an empowered spiritual master is authorized by Krishna and his own guru and should therefore be considered as good as Supreme Personality of Godhead himself. അപ്പോ നമ്മുടെ ശാസ്ത്രത്തില് അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇവരുടെ പൊസിഷൻ, ഇവര് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഭഗവാന് തുല്യമായിട്ട് നമ്മളെ കാണണം. അവർക്ക് ആരെയും ഏത് തലത്തിലേക്കും ഉയർത്തി കൊണ്ടുവരണം. ആചാര്യന്മാർക്ക്, അതാണ് ശ്രീലപ്രഭുപാദൻ പറഞ്ഞില്ലേ, അങ്ങനെ മ്ലേച്ഛന്മാരെ, യവനന്മാരെ, ഏറ്റവും താഴ്ന്ന ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരെയൊക്കെ ശുദ്ധ ഭക്തന്മാരാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ ദീക്ഷ തന്ന് സ്വീകരിക്കാനുള്ള ആ യോഗ്യത ആക്ച്വലി നമുക്കില്ല. പക്ഷേ പ്രഭുപാദര കൃപാകടാക്ഷം കൊണ്ടാണ് നമുക്ക് എല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, ദാറ്റ് ഈസ് ദ വെഡിക്ട് ഓഫ് വിശ്വനാഥ് ചക്രവർത്തി. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ നമ്മുടെ ഗുരു അഷ്ടകത്തിൽ പറയുന്നത്, സാക്ഷാൽ ധരിത്വേന സമസ്ത ശാസ്ത്രേ, അല്ലെ? അതാണ് വിശ്വനാഥ് ചക്രവർത്തി. അപ്പോ an authorized spiritual master is as good as Hari, Sakshat Haritvan, the Supreme Personality of Godhead. അപ്പോൾ ഒരു സ്പിരിച്വൽ മാസ്റ്ററിന് നമ്മുടെ ഭഗവാന് ആയിട്ട് തന്നെ കാണണം, ഭഗവാൻ അല്ലാതെ കാണാൻ പാടില്ല. As Hari is free to act as he likes, the empowered spiritual master is also free. എങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഫ്രീ ആണോ, എന്തും ചെയ്യാനുള്ള അവകാശം, എന്തും ചെയ്യാനുള്ള എലിജിബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. ഭഗവാന് ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഇൻഡിപെൻഡന്റ് ആണ്. സ്വരാട്ട്, അല്ലെ? ആദ്യത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട് സ്വരാട്ടാണ്. നമ്മളെല്ലാം ഡിപ്പെൻഡന്റ് ആണ്. ഈ ഭൗതിക ലോകത്തിൽ നമ്മള് പറയാൽ യു ഹാവ് ടു സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ ലെഗ്, ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ എനി വൺ, എന്നൊക്കെ മെയിൻറ്റെയിൻ യുവർ സെൽഫ്, അല്ലെ? അതല്ലേ? പക്ഷേ സ്പിരിച്വൽ ഡൊമൈനിൽ അങ്ങനെയല്ല. You have to depend on devotees. You have to depend on the Supreme Personality of Godhead. You have to depend on the mercy of others, devotees. Mundane world എന്താണ്? Be on your own. Okay? Don't depend on others. നമ്മള് ഒരാളുടെയും ആശ്രയത്തിൽ വരാൻ പാടില്ല. നമ്മള് സെൽഫ് മെയ്ഡ് ആയിരിക്കണം. നമ്മളുടെ തന്നെ മാസ്റ്റർ ആയിരിക്കണം. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ നടക്കില്ല. അത് ഒരു റോങ്, ഒരു പെർവേർട്ടഡ് ഫിലോസഫിയാണ്, തല തിരിഞ്ഞിട്ടുള്ള ഫിലോസഫിയാണ്. ഒരാൾക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഈ ലോകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതെല്ലാം സ്വന്തം കാലിൽ നിൽക്കുക, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, സ്വന്തം ഐഡന്റിറ്റി കീപ്പ് ചെയ്യുക. നോ, യു കനോട്ട് ഡു ദാറ്റ്. സ്പിരിച്വൽ എസ്പെഷ്യലി നമുക്ക് ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും ഗുരുജനങ്ങളുടെയും ആശ്രയമില്ലാണ്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. ആത്മീയ തലത്തിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവരുടെ ആശ്രയത്തിലിരിക്കണം, ഗുരുവിന്റെ ആശ്രയത്തിലിരിക്കണം.
ഭഗവാന്റെ ആശ്രയത്തിലിരിക്കണം, ഭക്തന്മാരുടെ ആശ്രയത്തിലിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സമൃദ്ധി ഉണ്ടാവുള്ളൂ, പുരോഗതി ഉണ്ടാവുള്ളൂ, പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മുടെ വീട്ടിലെ ഒരു സമൃദ്ധി വേണമെന്നുണ്ടെങ്കിൽ മനുസ്മൃതിയിൽ പറയുന്നത്, ഏതൊരു വീട്ടിലാണ് ഒരു കന്യ ഉള്ളത് അവിടെ സമൃദ്ധി ഉണ്ടാവും. കന്യ എന്ന് പറഞ്ഞാൽ ആരാണ്? കന്യ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്, റെപ്രസെന്റേറ്റീവ് ആണ്. എവിടെ കന്യ ഉണ്ടോ അവിടെ ലക്ഷ്മി ദേവിയുടെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഏതൊരു വീട്ടിലാണോ പശു ഉള്ളത് അവിടെ സമൃദ്ധി ഉണ്ടായിരിക്കും, അല്ലേ? പശു ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സസ്റ്റെയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യം, പാലുണ്ട്, നെയ്യുണ്ട്, മോരുണ്ട്, ഒക്കെ വെണ്ണയുണ്ട്, എല്ലാം എന്തെല്ലാം നമുക്ക് കിട്ടും. പശു ഉണ്ടെങ്കിൽ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നമോ ബ്രാഹ്മണ്യം ദേവായ ഗോ ബ്രാഹ്മണ ഹിതായച്ച, ഗോമാത, ബ്രാഹ്മണൻ, അവരെ ഏറ്റവും പ്രിയപ്പെട്ടത് ഭഗവാനാണ്. അപ്പൊ എവിടെ പശുക്കളുണ്ടോ അവിടെ സമൃദ്ധി ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ എവിടെ കന്യയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയുടെ പ്രസൻസ് ഉണ്ടായിരിക്കും, സാന്നിധ്യം ഉണ്ടായിരിക്കും. എവിടെ ഗോമാതാവുണ്ടോ അവിടെ ഭഗവാന്റെ സാന്നിധ്യം, കാരണം ഏറ്റവും പ്രിയപ്പെട്ടത് ഉണ്ടായിരിക്കും, അല്ലേ? ഭഗവാന്റെ ഗോ ബ്രാഹ്മണൻ. പിന്നെ എവിടെ അതിഥികളെ നന്നായിട്ട് നമ്മൾ സ്വീകരിച്ച് നമ്മൾ പെരുമാറുന്നു അവരോട്, അപ്പോൾ അവിടെയും സമൃദ്ധി ഉണ്ടായിരിക്കും. അതിഥി പറഞ്ഞാൽ മുൻകൂട്ടി അറിയിക്കാതെ വരുന്ന ആൾക്കാർ, തിഥി അറിയിക്കാതെ വരുന്ന ആൾക്കാർ. എവിടെ സാധുജനങ്ങളെ വീട്ടില് വിളിച്ചിട്ട് നമ്മൾ അവരെ സത്കരിക്കുന്നുവോ, അവരെ ബഹുമാനിക്കുന്നുവോ അവിടെ സമൃദ്ധി ഉണ്ടായിരിക്കും. എവിടെ ഭഗവാൻ വരുന്നുവോ അവിടെ സമൃദ്ധി ഉണ്ടായിരിക്കും. ഭഗവാൻ നമ്മുടെ വീട്ടിൽ വരുന്നില്ല, പക്ഷെ ഭഗവാൻ ഉണ്ട് നമ്മുടെ ഇവിടെ. എങ്ങനെ? അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു ഡേറ്റി ഫോമിൽ ഉണ്ടായിരിക്കും. അവിടെ ഭഗവാന്റെ ആരതി നടക്കുന്നുണ്ടാവും, ഭഗവാൻ എവിടെ ഉണ്ടാവും? അവിടെ ഭക്തന്മാരുണ്ടായിരിക്കും, ഭഗവത്ഗീത ഉണ്ടായിരിക്കും, ഭാഗവതം ഉണ്ടായിരിക്കും, അല്ലേ? അപ്പൊ ഇതെല്ലാം സമൃദ്ധി. സമൃദ്ധി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സമൃദ്ധി മാത്രമല്ല, അത് ഓട്ടോമാറ്റിക്കലി വരും. നമ്മുടെ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസിനെയാണ്. പാണ്ഡവന്മാരെ എവിടെ പോയാലും, ആരുടെ വീട്ടിൽ പോയാലും അവിടെയൊക്കെ സമൃദ്ധി ഉണ്ടായിരുന്നു, കാണിച്ചാൽ ഭഗവാന്റെ ഭക്തന്മാരാണ്. വിതുരർ എവിടെ പോയാലും അവിടെ സമൃദ്ധി ഉണ്ടായിരിക്കും. ഭീഷ്മ പിതാമഹർ എവിടെ പോയ, ഈവൻ ഹനുമാൻ, നമ്മുടെ നാരദ മഹർഷി വന്ന സമയത്ത്, കഥ എല്ലാവർക്കും അറിയാം, അല്ലെ? നാരദ മഹർഷിയെ വീണ കല്ലില് പാട്ട് പാടിച്ചിട്ട് ആ കല്ലണ്ട് മെൽട്ടായി. അപ്പൊ വീണ അവിടെ സ്റ്റക്കായി. പിന്നെ വീണ്ടും പാട്ട് പാടാൻ പറഞ്ഞു, അത് മെൽട്ടായിട്ട് എന്നാലും വീണെടുക്കാൻ പറ്റും. അപ്പോൾ ഹനുമാൻ ഓടിയപ്പോൾ ഇവിടെ എനിക്ക് വീണ് വേണം പറഞ്ഞിട്ട് പിന്നാലെ ഓടി. അപ്പോൾ ഹനുമാര് വീട് മുഴുവനെ ഓടി. അപ്പൊ നാരദ മഹർഷി വീട് മുഴുവൻ, കാരണം ഭക്തന്മാരുടെ പാദചിഹ്നം തന്റെ വീട്ടില് വരണം. അപ്പോഴാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാവുള്ളൂ, നമുക്ക് സമൃദ്ധി ഉണ്ടാവുള്ളൂ. അപ്പോ എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല ഭക്തന്മാര്, സാധുജനങ്ങൾ നമ്മുടെ വീട്ടിൽ വരിക, നമ്മളുടെ ആ സ്പിരിച്വൽ പ്രോഗ്രസിന് വേണ്ടിയിട്ട്, ആധ്യാത്മിക ഉന്നമനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മള് സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെ നമ്മൾ ആരായിട്ട് കാണണം? ഭഗവാനായിട്ട് കാണണം. ഒരു സാധു നമ്മുടെ വീട്ടിൽ വരണമെങ്കിൽ ഭഗവാൻ വന്ന പോലെ നമ്മൾ കാണണം, അവരെ അതുപോലെ പരിചരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ സ്പിരിച്വൽ പ്രോഗ്രസ് നടക്കും, ഭഗവാന്റെ കൃപ കൊണ്ട്, ഭഗവാന്റെ ഭക്തന്മാരെ കൊണ്ട്. ദുർലഭോ മാനുഷോ ജന്മോ എനിക്ക് ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം എന്നാണ്. ഈ മനുഷ്യജന്മം ദുർലഭമാണ്. അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരെ ദർശിക്കുന്നതും വളരെ ദുർലഭമാണ്. നമ്മുടെ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. ഭഗവാന്റെ ഭക്തന്മാരെ, നമ്മുടെ ഈ ദേഹം ടെമ്പററിയാണ്. എന്താണോ ടെമ്പററി അതിന് നമ്മൾ പെർമനന്റ് ആയിട്ട് അതിന് കൂടുതൽ മൂല്യം നൽകുന്നു. എന്താണോ പെർമനന്റ് അതിന് നമ്മൾ മൂല്യം കൊടുക്കുന്നില്ല, അതിനെ നമ്മൾ നിസ്സാരമാക്കിയതാണ്. അപ്പൊ നമ്മളുടെ ഈ ദേഹം കിട്ടിയത് വളരെ ദുർലഭമാണ്. അതേപോലെ ഈ ദേഹം നമുക്ക് കിട്ടിയാലും ഇത് ഒരു വാടക കിട്ടിയിരിക്കുന്ന ദേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ ഭൂലോകം, ഈ ഭൂമി, ഈ ഭൗതിക ലോകം, ഇതും വാടക കിട്ടിയിരിക്കുന്നതാണ്. ഈ ദേഹവും വാടക കിട്ടി.
ഇതും നമ്മൾ വിട്ടുകൊണ്ടേരും, ഈ ഭൂമി നമ്മൾ വിട്ടുകൊണ്ടേരും അല്ലെ. ഇതെല്ലാം ടെമ്പററി, കുറച്ചു കാലയളവിന്, കുറച്ച് സമയത്തിന് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ്. പക്ഷെ എന്താണ് നമ്മുടേതായിട്ടുള്ളത്? നമ്മുടേതായിട്ടുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാനെ മുറുക്കി പിടിക്കുക. പക്ഷെ ആ ഭഗവാനെ നമ്മൾ വിട്ട് ഈ ടെമ്പററി ക്ഷണികമായിട്ടുള്ള ബാക്കിയെല്ലാം നമ്മൾ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അത് വിടുന്നില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റ്. എന്താണോ നശിക്കാൻ പോകുന്നത്, നശ്വരമായിട്ടുള്ളത്, അത് നമ്മളുടെ പെർമനന്റ് ആയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള സാധനങ്ങളാണ് എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ മുറുക്കി പിടിക്കുന്നു. എന്താണോ ശാശ്വതമായിട്ടുള്ളത് അതിനെ നമ്മൾ വിടും. ഭഗവാനെ നമ്മൾ വിടുന്നു. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടത്, പരമാത്മാവിന്റെ രൂപത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ. പക്ഷെ ആ പരമാത്മാവിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, കീർത്തൻ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട് അല്ലെ. എത്ര ഗായന്തി മത് ഭക്ത തത്ര തിഷ്ടാമി നാരദ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഭക്തന്മാര് എവിടെയാണോ എന്നെ കീർത്തിക്കുന്നത്, എന്നെ പ്രശംസിക്കുന്നത്, എന്നെ സ്തുതിക്കുന്നത്, അവിടെ ഞാനുണ്ടാവും. അല്ലാണ്ട് ഞാൻ യോഗികളുടെ ഹൃദയത്തിലല്ല, ഞാൻ വൈകുണ്ഠത്തിലല്ല ഇരിക്കുന്നത്. ഞാൻ ഭക്തന്മാര് എന്നെ എവിടെയാണോ സ്തുതിക്കുന്നത്, പ്രശംസിക്കുന്നത്, അവിടെ ഞാൻ ഉണ്ടാന്ന് പറയുന്നത്. അപ്പോൾ കീർത്തനം എവിടെയുണ്ടോ അവിടെ. അപ്പൊ നമ്മുടെ വീട്ടിൽ കീർത്തനം വെക്കുകയാണെങ്കിൽ അവിടെ ഡിവോട്ടീസ് അല്ലെ, അവിടെ ഭക്തന്മാർ വരും. തീർച്ചയായിട്ടും ആ കീർത്തൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വരും, നാരദ മഹർഷി വരും, വ്യാസർ വരും, എല്ലാവരും വരും, എല്ലാ ഡിവോട്ടീസും വരും, ഡെമിഗോഡ്സ് വരും. അപ്പൊ നമ്മളുടെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരുടെ ആ സാന്നിധ്യത്തിലാണ് നമുക്ക് സമൃദ്ധി ഉണ്ടാവുക. അത് ഭൗതിക തലത്തിലായാലും ശരി, ആധ്യാത്മിക തലത്തിലായാലും ശരി, നമുക്ക് സമൃദ്ധി അങ്ങനെ വരും ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു സ്പിരിച്വൽ മാസ്റ്ററിന്, ഭഗവാന്റെ റെപ്രസെന്റേറ്റീവിന്, ഏതൊരു വ്യക്തിയെയും ഏത് തരത്തിലേക്കും ഉയർത്താനുള്ള കഴിവ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. സോ as Hari is not subject to mundane rules and regulations, the spiritual master empowered by him is also not subject. According to the Chaitanya Charitamrita Antyalila 7.11, Krishna Shakti Vina Nahe Tara Pravartana. കൃഷ്ണ ശക്തി വിന, അതായത് കൃഷ്ണശക്തി ഇല്ലാതെ നമ്മളുടെ ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പൊ നമ്മളുടെ ഈ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ശക്തിയല്ല, ഭഗവാനാണ് ഈ ശക്തി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രഭാതോട് പല സമയത്തും ഡിസൈപ്പിൾസും ഡിവോട്ടീസും പറയും, പ്രഭാത് യദി പ്രഭുപാദ് ന ഹോയ്തോ, ഇഫ് യു ആർ നോട്ട് ദർ വേർ വുഡ് ബി? യെസ്, ഡെഫിനറ്റ്ലി. പ്രഭാത് ഒരിക്കലും, നോ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മീ, it is because of the mercy of my Guru Maharaj. He never takes the credit for him. Okay, ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല, എൻ്റെ ഗുരുവിന്റെ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ കൃഷ്ണന്റെ അനുഗ്രഹമാണ്. സോ ഇതാണ് പ്യൂർ ഡിവോട്ടിയുടെ. നമ്മളെ എന്തെങ്കിലും പറയാം, പ്രഭു ഇല്ലെങ്കിൽ ഇത് അപ്പൊ നമ്മുടെ കോളറൊന്ന് മീതെ കയറി, ഞാനാണ് അതിന്റെ കാര്യം. അപ്പൊ അതല്ല, അത് എന്താണ്? അത് അറഗൻസ് ആണ്. അതായത് നമ്മുടെ തലയിൽ കയറിയിരിക്കുകയാണ്. പക്ഷെ എന്താണ് ഒരു ഭക്തൻ വിചാരിക്കണ്ടേ? ഞാനൊരു നിമിത്തം മാത്രം അല്ലെ, നിമിത്തം മാത്രം ഭവസവ്യസാച്ചിൻ എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു. നിമിത്തം മാത്രം, നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആണ് കയ്യിൽ ഭഗവാന്റെ. ആ ഇൻസ്ട്രുമെന്റ് ആക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ഭഗവാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം, നമ്മുടെ സുഹൃതി, അത്ര വിചാരിക്കാനുള്ളൂ. അല്ലാതെ നമ്മളൊന്നല്ല. അപ്പൊ നമ്മള് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിലോ സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ പിന്നാലുള്ള ശക്തി ഭഗവാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മളുടെ ഓർമ്മ പോയാൽ അല്ലേ, എന്തായിരിക്കും? ആലോചിച്ച് നോക്കും. ഞാൻ എന്തൊക്കെയാണെന്നുള്ള ആ വിചാരം ബ്ലാങ്ക് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? കുട്ടികൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ പരീക്ഷാ ഹാളിൽ പോയാൽ ബ്ലാങ്ക് ആയി പോയാൽ എന്താ ചെയ്യും? അപ്പൊ നമ്മളുടെ നമ്മുടെ അഹങ്കാരം എവിടെ പോയി? അപ്പൊ ഇതിന്റെ പിന്നില് നമുക്ക് തരുന്ന ഈ ശക്തി മുഴുവനെ, ഈ കാണുന്നതെല്ലാം ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്ട്ലി ഭഗവാന്റെ ശക്തിയാണ്, നമ്മൾ മറന്നു പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തലക്കനം ഈ അഹങ്കാരമൊക്കെ വരുന്നത്. ഞാൻ എന്തോ ആണ്, ഞാൻ ആരൊക്കെയാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളല്ല, ഭഗവാൻ നമ്മളെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടി. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് നോട്ട് ഈവൻ എ ബ്ലേഡ് ഓഫ് ഗ്രാസ് മൂവ്സ് വിതൗട്ട് ദ വിൽ ഓഫ് ദ ലോർഡ്. അത് മനസ്സിലാക്കുക. അതാണ് പറയുന്നത്, കൃഷ്ണശക്തി വിനാനാഹേ താരപ്രവർത്തനം. കൃഷ്ണശക്തി ഇല്ലാണ്ട് ഒരു കാര്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. An authorized spiritual master empowered by Krishna can spread the glories of the holy name of the Lord, for he has
പവർ ഓഫ് അറ്റോർണി ഫ്രം ദ പേഴ്സൺ സുപ്രീം പേഴ്സണാലിറ്റി. അപ്പോൾ പവർ ഓഫ് അറ്റോർണി കൊടുത്തിരിക്കുകയാണ് ഭക്തന്മാർക്ക്, ശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാൻ. ആ പവർ ഓഫ് അറ്റോർണി നമ്മൾ പറയില്ല, നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്ഥലം മേടിക്കണം, നമുക്ക് പേഴ്സണലി പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മകനോ അല്ലെങ്കിൽ മകൾക്കോ വേറെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ നമ്മളൊരു പവർ ഓഫ് അറ്റോർണി എടുക്കുമ്പോൾ എൻ്റെ ഓൺ മൈ ബിഹാഫ് ഹീസ് അഥറൈസ്ഡ് ടു ട്രാൻസാക്ട്, മേക്ക് ഡീഡ്സ്, സൈൻ ആൻഡ് എക്സിക്യൂട്ട് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പവർ ഓഫ് അറ്റോർണി കൊടുക്കും. അതേപോലെ ഓൺ മൈ ബിഹാഫ് ഭഗവാൻ തൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ശുദ്ധ ഭക്തന്മാർക്കോ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്ക്കോ കൊടുക്കണം. ഓൺ മൈ ബിഹാഫ് ദേ ആർ അഥറൈസ്ഡ് ടു ഇനിഷ്യേറ്റ് devotees into this sampradaya. They are authorized to, cultivate devotees, help devotees to come to me, to come back to Supreme Lord. അപ്പോൾ ഇതാണ് അവരുടെ അതോറിറ്റി, പവർ ഓഫ് അറ്റോർണി കൊടുത്തിരിക്കുന്നത്. So in the mundane world, anyone possessing his master's power of attorney can act on behalf of his master. നമ്മുടെ മറ്റേ വേൾഡും കാണാം. ഓക്കെ, ഏത് മാസ്റ്റർ ആണോ പവർ ഓഫ് അറ്റർണി തൻ്റെ സെർവന്റിന് കൊടുക്കുന്നത്, അവർക്ക് മാസ്റ്റർ എന്താണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യാനുള്ള അധികാരമുണ്ട്. Similarly, a spiritual master empowered by Krishna through his own bona fide spiritual master should be considered as good as the Supreme Personality of Godhead himself. അപ്പൊ ഏതൊരു ഭക്തനാണോ ആ ഗുരു ശിഷ്യ പരമ്പരയുടെ ആ സമ്പ്രദായത്തിൽ വരുന്നത്, അവർക്കെല്ലാം ഭഗവാന്റെ ബിഹാഫിൽ, ഭഗവാന്റെ കെയർ ഓഫിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് സാക്ഷാൽ ഹരിത്വം. സാക്ഷാൽ ഹരിത്വാന സമസ്ത ശാസ്ത്രേ. Sri Chaitanya Mahaprabhu therefore describes the activities of the Supreme Personality of Godhead and the bona fide spiritual master as follows. Chaitanya Mahaprabhu അതുകൊണ്ട് ഭഗവാന്റെയും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെയും ആക്ടിവിറ്റീസ് ഇവിടെ വിവരിക്കാൻ പോകുന്നു. അപ്പോൾ സർവഭൗമ ഭട്ടാചാര്യ ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് ശൂദ്ര കുടുംബത്തിലുള്ള ജനിച്ച ഒരു വ്യക്തിയെ തൻ്റെ ശിഷ്യത്വം കൊടുത്ത് സ്വീകരിച്ച് സേവകനാക്കിയത്? അതിനുള്ള മറുപടി വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രഭുപാദം നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ ശാസ്ത്രപ്രകാരം അത് പറ്റില്ലെങ്കിൽ കൂടിയിട്ട് ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്ററിന് ആരെയും without considering the caste, color, creed, they can upgrade themselves. അപ്പൊ അതിനുള്ള യോഗ്യത നമുക്കുണ്ടായിരിക്കണം. ആ യോഗ്യത നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ the birth is immaterial. ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളത് ഒരു വിഷയമേ അല്ല എന്നാണ് അവിടെ പറഞ്ഞത്. അത് ഭഗവത്ഗീതയിലും ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ വിഭജിച്ചിട്ടുള്ളത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയും. 137 പ്രഭു കഹേ ഈശ്വര ഹയാ പരമ സ്വതന്ത്ര ഈശ്വരേര കൃപാന ഹേ വേദ പരന്തര പരതന്ത്ര प्रभु कहे ईश्वर हया परम स्वतंत्र ईश्वरेरा कृपा न हे वेदा परतंत्र. Very good. Shri Chaitanya Mahaprabhu said, both the Supreme Personality of Godhead and my spiritual master, Ishwar Puri, are completely independent. എങ്ങനെ ഭഗവാൻ ഇൻഡിപെൻഡന്റ് ആണോ അതേപോലെ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരും ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രരാണ്. അതാണ് പറയുന്നത് ചൈതന്യ മഹാപ്രഭു. അതായത് ഭഗവാനും സ്വയം കൃഷ്ണനും എൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ ഈശ്വരപുരിയും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. Therefore, neither the mercy of the Supreme Personality of Godhead nor that of Ishwarapuri is subject to any Vedic rules and regulations. അപ്പൊ അവർക്ക് നിയമങ്ങൾ ബാധകമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജാവിന് നിയമങ്ങൾ എങ്ങനെ ബാധകമല്ല, അതേപോലെ ഭഗവാനും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാർക്കും നിയമങ്ങൾ ബാധകമല്ല. ഇപ്പോ നമ്മൾ പറയുന്നുണ്ട് ധർമ്മയുദ്ധം അല്ലെ, മഹാഭാരതം ഒരു ധർമ്മയുദ്ധമാണ്. ആ ധർമ്മയുദ്ധത്തിന്റെ ഇടയിൽ ഭഗവാൻ ചില അധർമ്മങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ ധർമ്മയുദ്ധം? കാരണം ഭഗവാന് ധർമ്മം അധർമ്മം എന്നില്ല, ഡ്വാലിറ്റി ഇല്ല, ദ്വന്ദ്ങ്ങളില്ല. നമുക്കേ ഈ ദ്വന്ദ്ങ്ങളുള്ളൂ. നമുക്ക് ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റത് ശരി. ഭഗവാൻ എന്താണോ
ഭഗവാൻ ചെയ്യുന്നതെല്ലാം ശരി. ധർമാന്തു സാക്ഷാത് ഭഗവത് പ്രണീത. അല്ലേ? ഭഗവാൻ എന്താണ് ചെയ്യുന്നത് അത് ധർമ്മമാണ്. അവിടെ ദ്വന്ദ്ങ്ങളില്ല. നമുക്ക് ഹയർ ലോവർ, ഗുഡ് ബാഡ്, ഹോട്ട് കോൾഡ്, സക്സസ് ഫെയിലിയർ, ഈ ദ്വന്ദ്ങ്ങൾ നമുക്കേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ദൃഷ്ടി കൊണ്ട് അത് ചിലപ്പോൾ അധർമ്മമായിട്ട്. ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് നുണ പറയാൻ പറഞ്ഞു. അതായത് ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടിയിട്ട് ദ്രോണാചാര്യന്റെ മകനായിട്ടുള്ള അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. യുധിഷ്ഠിര മഹാരാജന് ചെറിയരുത്, ഞാനൊരു സത്യവാനാണ്, ഹരിശ്ചന്ദ്രനാണ്, ഞാനെങ്ങനെ നുണ പറയാം. പക്ഷെ ഇവിടെ ആരാണ് ഈ നിർദ്ദേശം കൊടുക്കുന്നത് മറന്നു. ഭഗവാൻ പറഞ്ഞാൽ ഒരു യുദ്ധത്തിലെ മിലിറ്ററി കമാൻഡർ ഇൻ ചീഫ് പറയാണ് സോൾജേഴ്സ് ഗോ ആൻഡ് ഫൈറ്റ്, ഗോ ആൻഡ് കിൽ ദ അതർ സൈഡ് എനിമീസ്. അപ്പൊ ഞാനെങ്ങനെ മറ്റുള്ളവരെ കൊല്ലുക എന്ന് ചോദിക്കാൻ പറ്റുമോ? പാടില്ല. ജസ്റ്റ് ഒബേ. അതിന്റെ വരംവരായ ആർക്കാണ്? ആരാണോ ഓർഡർ കൊടുത്ത് അവർക്കാണ്, ചെയ്യുന്ന ആൾക്കാരല്ല. കാരണം വെച്ചാൽ അവര് തന്റെ സുപ്പീരിയേഴ്സിന്റെ, തന്റെ സീനിയേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നുള്ളൂ. അതിന്റെ വരംവരായ അതിന് ആൻസറബിൾ ആരാണ് ഓർഡർ കൊടുത്ത അവര്. അതേപോലെ യുധിഷ്ഠിര മഹാരാജ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് ഇൻസ്ട്രക്ഷൻ കിട്ടിയത്, നിർദ്ദേശം കിട്ടിയത് എനിക്ക് ഭഗവാന്റെ കയ്യിൽ നിന്നാണ്, ഭഗവാന്റെ പക്കൽ നിന്നാണ്. അതുകൊണ്ട് ഞാനത് അതേപടി ഞാൻ അത് സ്വീകരിക്കണമായിരുന്നു. അപ്പൊ സ്വന്തം ഒരു ഈഗോ, ഞാൻ ഹരിശ്ചന്ദ്രനാണ്, ഞാൻ സത്യവാനാണ്, ധർമ്മിഷ്ഠനാണ്, ഞാൻ ഇങ്ങനെ. ആ സമയം തന്നെ എപ്പോ മനസ്സിലത് തോന്നിയോ അപ്പൊ തന്നെ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ രഥം എപ്പോഴും 2-3 ഇഞ്ച് ഭൂമിയിൽ നിന്നും മീതെയായിരുന്നു. അപ്പൊ താഴെ വീണു. കാരണം ഭഗവാന്റെ നിർദ്ദേശത്തെ അവിടെ നിരസിച്ചു. ഓക്കെ, അത് പറയാൻ പറ്റില്ലെങ്കിൽ അശ്വത്ഥാമാവ് എന്ന് പേരുള്ള ഒരു ആന മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നാൽ ഭീമൻ പോയിട്ട് അങ്ങനത്തെ ഒരു ആനയെ ആ പേര്, അതിനൊരു അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു, അതിനെ വധിക്കുകയും ചെയ്തു. അപ്പൊ ചെയ്തു. അപ്പൊ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. സ്വരാട്ട്. Therefore, neither the mercy of the Supreme Personality of God nor that of each priest subject to any Vedic rules and regulations. അവരെ അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ഒരു സന്യാസി കടൽ കടന്ന് അപ്പുറത്തേക്ക് പോയാൽ അവരുടെ സന്യാസം പോയി എന്നാ പറയും. ഒരു സന്യാസി വര്യൻ കടൽ കടന്നു പോകാൻ പാടില്ല. ചില നിയമങ്ങൾ, അത് വേദിക് റൂൾസ് ആണ്. പക്ഷെ നമ്മുടെ ശ്രീല പ്രഭുപാദ എന്താണ് പോയി. പ്രഭുപാദ സന്യാസം വെറുതെയോ? ഇല്ല. കാരണം പ്രഭുപാദ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഈ സാധാരണ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇല്ല, അതിലും ഉയർന്നിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. താൻ പിക്നിക്കിനല്ല അവിടെ പോയത്. എന്നാൽ പോയി. അങ്ങനെയാണ് പോയിട്ടുണ്ടെങ്കിൽ പോയി. പക്ഷെ എന്റെ സന്യാസം പോയാലും കുഴപ്പമില്ല, ഭഗവാന്റെ നാമം, ചൈതന്യ മഹാപ്രഭുവിന്റെ ആ നിർദ്ദേശപ്രകാരം, അതായത് എവറി നുക്ക് ആൻഡ് കോർണർ ഓഫ് ദ വേൾഡ് എന്റെ നാമം പ്രചരിപ്പിക്കും. അതിനുള്ള ആളായിട്ടാണ് പ്രഭുപാദ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ നിർദ്ദേശം, തന്റെ ഗുരു മഹാരാജന്റെ നിർദ്ദേശം, അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദ അതായത് സമുദ്രം കടന്നിട്ട് മറ്റു സ്ഥലത്തേക്ക് പോയത്. അപ്പൊ അവിടെ യമനിയമങ്ങള്, അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബാധകമല്ല പ്രഭുപാദയ്ക്ക്. പ്രഭുപാദന്റെ സന്യാസം വെറുതെ ആവൂല. അപ്പൊ അങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആർക്കാണ്? സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് റൂൾസ്. ഒരു ഹയർ പർപ്പസിന്, ഹയർ കോസിന്, നോബൽ കോസിന് വേണ്ടിയിട്ടാണ് പ്രഭുപാദ പോയിരിക്കുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത്, ഭഗവാനും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാർക്കും വേദിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബാധകമല്ല എന്ന് പറയും. 138 ഈശ്വരേരാ കൃപാജാതി കുലാദീന നാമാനെ വിദുരേരാ ഹരേ കൃഷ്ണ കരേല ഭോജനെ. ഈശ്വരേര കൃപാജാതി കുലാദീന നാമാനെ വിദുരേര കൃഷ്ണ കരേല ഭോജനെ. ഹരേ കൃഷ്ണ. Hare Krishna. The mercy of the Supreme Personality of Godhead is not restricted to the jurisdiction of caste and creed. Vidura was a Shudra, yet Krishna accepted lunch at his home.
അപ്പൊ ഭഗവാന്റെ കൃപ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ്. ഓക്കെ, സുഹൃതം സർവഭൂതാനാം എന്നാ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ. എല്ലാവരും സുഹൃത്താണ്. അവിടെ ഞാൻ ബ്രാഹ്മണന്മാരുടെ മാത്രം സുഹൃത്താണ്, അല്ലെങ്കിൽ ക്ഷത്രിയന്മാരുടെ മാത്രമാണ്, അല്ലെങ്കിൽ സന്യാസികളുടെ മാത്രം സുഹൃത്താണ് ഒന്നും പറഞ്ഞിട്ടില്ല. സുഹൃതം സർവഭൂതാനാം. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ കൃപ ഇന്ന ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ, ഇന്ന ആൾക്ക് കിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ്. വിതുരവാസ ശൂദ്ര. ഓക്കെ, ദുര്യോധനൻ ഒരുപാട് ശ്രമിച്ചു തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പർവ്വതാനി വിരിച്ചു, അലങ്കരിച്ചു, ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞു. നല്ല സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം തരാം, കൃഷ്ണ നമ്മുടെ വീട്ടിലേക്ക് വരൂ, എല്ലാം ഇത് നമ്മളുടെ എന്ന് പറഞ്ഞില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ, എന്റെ കൊട്ടാരത്തിലേക്ക് വരൂ. വിതുരൻ എന്താ പറഞ്ഞ്? വിതുരൻ എന്റെ കൊട്ടാരത്തിൽ പറഞ്ഞ അങ്ങയുടെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു. വ്യത്യാസല്ലേ? അതെ, വിതുരൻ ഒരു ശൂദ്രാനിയുടെ മകനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ആ ശൂദ്രന്റെ വീട്ടിലാണ് പോയത്. ഇത്രയും വലിയ കൊട്ടാരം ദുര്യോധനൻ അവിടെ ഓഫർ ചെയ്തിട്ടും ഭഗവാൻ പോയില്ല, അവിടെ പ്രസാദം കഴിച്ചില്ല. അതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ എന്താണ് നോക്കുന്നത്? ഭഗവാൻ നമ്മുടെ ഭൗതിക തലത്തിലുള്ള സമൃദ്ധിയല്ല നോക്കുന്നത്, ഭഗവാൻ ഭക്തിയാണ് നോക്കുന്നത്. ഭക്തി എവിടെയുണ്ടോ അവിടെ ഭഗവാനും ഉണ്ടായിരിക്കും. സ്നേഹാലേശാപേക്ഷ മാത്ര ശ്രീകൃഷ്ണ കൃപാരാം സ്നേഹം വസാഹാന കരേ സ്വതന്ത്ര ആചാര. സ്നേഹലേശാപേക്ഷ മന്ത്ര ശ്രീകൃഷ്ണ കൃപേര സ്നേഹവസാഹാന കുരേ സ്വതന്ത്ര ആചാര. ശ്രീകൃഷ്ണ. Lord Krishna's mercy is dependent only on affection. അപ്പൊ ഭഗവാന്റെ മേഴ്സി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൃപാ കടാക്ഷം എന്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളുടെ സ്നേഹം, ആദരവ്, ഭഗവാനുള്ള അഫിനിറ്റി, ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭഗവാന്റെ കൃപാ കടാക്ഷം നമുക്ക് കിട്ടുന്നത്. അതിനെ ആശ്രയിച്ചിരിക്കും. ബീങ് ഒബ്ലൈസ്ഡ് ഓൺലി ബൈ അഫെക്ഷൻ, ലോർഡ് കൃഷ്ണ ആക്ട്സ് വെരി ഇൻഡിപെൻഡന്റ്ലി. അപ്പൊ നമ്മളുടെ അഫെക്ഷൻ ഭഗവാനെ നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റും. ഭഗവാനെ കോൺകർ ചെയ്യാം. ഭഗവാനെ അശ്വതമായ വരല് പിടിച്ച് കെട്ടിയിട്ടു, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡെറ്റ് അല്ലേ? അർജുനൻ തന്റെ തേരാളിയാക്കി. എന്ത് കാരണമാണ്? അവരുടെ ശക്തി കൊണ്ടാണോ? അല്ല, അവരുടെ അഫെക്ഷൻ കാരണം, അവരുടെ സ്നേഹം കാരണം. അവരുടെ സ്നേഹം, അഫെക്ഷൻ, വാത്സല്യം, ഇതെല്ലാം കാരണമാണ് ഇത്രയും വലിയ ഈ പ്രപഞ്ചത്തിന്റെ മാസ്റ്റർ, കൺട്രോളർ, പ്രൊപ്പറേറ്റർ, എൻജോയർ ആയിട്ടുള്ള ആ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡെറ്റ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാനെ തന്റെ വശത്താക്കാനുള്ള കഴിവ് യശോദമായിരിക്കും അർജുനനും മറ്റുള്ളവർക്ക് കിട്ടാൻ കാരണം ഈ അഫെക്ഷൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഡിപെൻഡന്റ്ലി സ്വതന്ത്രമായിട്ട് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാർക്കും ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ലോർഡ് ശ്രീകൃഷ്ണ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ഈസ് മെർസിഫുൾ, ബട്ട് ഹിസ് മെർസി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മൺഡെയിൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ. വീണ്ടും അതന്നെ പറയുന്നത്, ഭഗവാന്റെ കൃപ ആയത് സാധാരണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യമനിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ പരിധിയിൽ വരുന്നതല്ല. ഹി ഈസ് ഡിപ്പെൻഡന്റ് ഓൺലി ഓൺ അഫെക്ഷൻ, നത്തിങ് എൽസ്. ഭക്തന്മാരുടെ അഫെക്ഷൻ, ഭക്തന്മാരുടെ സ്നേഹം, അതിന്റെ പരിധിയിലാണ് വരുന്നത്. സർവീസ് ടു ലോർഡ് കൃഷ്ണ ക്യാൻ ബി റെൻഡേർഡ് ഇൻ 2 ways. ഭഗവാനെ 2 തരത്തിൽ നമുക്ക് സേവനം ചെയ്യാം. One can serve the Lord in affection or in veneration. Okay? അപ്പോ ഒന്ന് വളരെ അഫെക്ഷനോടുകൂടി, ഒന്ന് വളരെ ഐശ്വര്യഭാവത്തോടുകൂടി, awe and veneration. When service is rendered in affection, it is Lord's special mercy. ഏതാണ് ഏറ്റവും ഹയറിൽ? അഫെക്ഷൻ. ഓക്കെ. ഓൺ റിവറൻസ് ഐശ്വര്യഭാവത്തിൽ. ഐശ്വര്യഭാവത്തില് നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഓൺ വെനറേഷനില്. പക്ഷെ അഫെക്ഷനില് നമ്മള് സ്വന്തം ആൾക്കാരായിട്ട് നമുക്ക് വളരെ കാഷ്വലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിക്കാൻ പറ്റും. ഓക്കെ, വഴക്കടിക്കാൻ പറ്റും, പിണങ്ങിയിരിക്കാൻ പറ്റും. പക്ഷെ ഓവൻ റെഫറൻസിൽ അത് നടക്കില്ല. അതാണ് പറയുന്നത്, when service is rendered in veneration, it is doubtful whether Krishna's mercy is actually involved. സംശയമാണെന്ന് പറയുന്നു. If Krishna's mercy is there,
It is not dependent on any prescribed caste or creed. Sri Chaitanya Mahaprabhu wanted to inform Sarva Bhattacharya that Lord Krishna is the spiritual master of everyone and he does not care for mundane caste or creed. Chaitanya Mahaprabhu Sarva Bhattacharyoട് നിർദ്ദേശിക്കുന്നത് അതായത് ഭഗവാൻ കൃഷ്ണൻ എല്ലാവരുടെയും ഗുരുവാണ്. കാരണം അദ്ദേഹം നമ്മളുടെ എല്ലാം ഹൃദയത്തില് ചൈത്യ ഗുരുവായിട്ടുണ്ട്. അപ്പോ ബ്രാഹ്മണന്മാരുടെ മാത്രം ഹൃദയത്തിലുള്ളൂ, അല്ലെങ്കിൽ ക്ഷത്രിയന്മാരുടെ ഹൃദയത്തിലുള്ളൂ, അല്ലെങ്കിൽ സന്യാസിപരന്മാരുടെ ഹൃദയത്തിൽ അല്ല, എല്ലാ ജീവജാലങ്ങളുണ്ട് ഹൃദയത്തിൽ പരമാത്മാവുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുക, നമ്മുടെ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ പോയിട്ട് അവരെ മാത്രം ഭക്ഷണം കഴിക്കുള്ളൂ, അവർ മാത്രം സഹകരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഒരു ജനറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് സാധാരണക്കാർക്കാർക്കായിട്ട്. പക്ഷെ അതിന് ഉയർന്നു നിൽക്കുന്ന ശുദ്ധഭക്തന്മാർക്കോ ഭഗവാനോ ഈ നിയമങ്ങൾ ബാധകമല്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ പറയുന്നു. Therefore, see, Chaitanya Mahaprabhu cited the example of Lord Krishna's accepting food at the house of Vidura was Shudra by birth. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു വിതുരന്റെ വീട്ടിൽ പോയിട്ട് ഭഗവാൻ കൃഷ്ണൻ പ്രസാദം കഴിച്ചത് ഈ ഉദാഹരണം ഇവിടെ പറയുന്നത്. അതായത് വിതുരൻ ഒരു ശൂദ്ര ബൈ ബർത്ത് ആണെങ്കിലും കൂടിയിട്ട് അവിടെ പോയിട്ടാണ് അവിടെ പ്രസാദം ഓണർ ചെയ്തത്. ബൈ ദ സെയിം ടോക്കൺ അതേപോലെ ഈശ്വരപുരി an empowered spiritual master who show mercy to anyone. ഈശ്വരപുരിയെ നമുക്ക് നിരീക്ഷിക്കാൻ വയ്യോ, അവര് ശൂദ്രനാണ്, അവരെങ്ങനെ ശിഷ്യത്വം കൊടുത്തു? അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ എന്നൊക്കെ സാധാരണ ആൾക്കാർ ചോദിക്കുമായിരിക്കാം. തെറ്റല്ല, കാരണം അവര് എങ്ങനെ ഭഗവാൻ ഇൻഡിപെൻഡന്റ് ആണോ അതേപോലെ സ്പിരിച്വൽ മാസ്റ്റേഴ്സും ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈശ്വരപുരി ഗോവിന്ദന് അതായത് ഒരു ശൂദ്ര കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളെ ദീക്ഷ കൊടുത്തിട്ട് തന്റെ സേവകനായിട്ട് നിയുക്തമാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. In the Hari Bhakti Vilasa, Sri Sanatana Goswami states that one who is initiated by a bona fide spiritual master immediately becomes a Brahmin. സനാതന ഗോസ്വാമി അവര് ചൈതന്യ മഹാപ്രഭുവിന്റെ രണ്ട് വരിഷ്ഠ ശിഷ്യന്മാരാണ് സനാതന ഗോസ്വാമിയും രൂപ ഗോസ്വാമി. സനാതന ഗോസ്വാമി എഴുതിയിട്ടുള്ള ആ ഭക്തി ലിറ്ററേച്ചറാണ് ഹരി ഭക്തി വിലാസ്. അപ്പോൾ അദ്ദേഹം അതില് വളരെ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്, അതായത് വൺ ഹു ഇസ് ഇനീഷ്യേറ്റഡ് ബൈ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ ഇമ്മീഡിയറ്റ്ലി ബിക്കംസ് എ ബ്രാഹ്മൺ. ഏതൊരു വ്യക്തിയാണ് ഒരു സാമ്പ്രദായ ഗുരു പരമ്പരയിൽ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളത്, ഇമ്മീഡിയറ്റ്ലി അവര് ബ്രാഹ്മണന്റെ സ്റ്റേജിലേക്ക് ഉയരും, അവർക്ക് ആ യോഗ്യത ഉണ്ടായിരിക്കും എന്നാണ്. സ്യൂഡോ സ്പിരിച്വൽ മാസ്റ്റർ കനോട്ട് ട്രാൻസ്ഫോം എ പേഴ്സൺ ഇൻ ടു എ ബ്രാഹ്മണ. അതായത് ഇമ്പോസ്റ്റേഴ്സ്, കപട സന്യാസിമാര്, അവർക്ക് ഏതൊരു വ്യക്തിയെയും ബ്രാഹ്മണന്മാരുടെ ആ തലത്തിലേക്ക് ഉയർത്താൻ പറ്റില്ല. ബട്ട് ആൻ ഓത്തറൈസ്ഡ് സ്പിരിച്വൽ മാസ്റ്റർ ക്യാൻ ഡു സോ. ഓത്തറൈസ് പറഞ്ഞാൽ ഗുരു പരമ്പരയില് ബോണഫൈഡ് സമ്പ്രദായത്തിൽ വരുന്ന ഒരു ഗുരുവര്യന് അത് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ വെർഡിക്ട് ഓഫ് ശാസ്ത്ര ശ്രീ ചൈതന്യ മഹാപ്രഭു ആൻഡ് ഓൾ ദ ഗോസ്വാമി. ഇതാണ് ശാസ്ത്രത്തിന്റെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും മറ്റ് ഗോസ്വാമിമാരുടെയും വെർഡിക്ട്, അഭിപ്രായം എന്നാണ് പറയുന്നത്. മര്യാദ ഹൈത്തെ കോട്ടി സുഖ സ്നേഹാചരണേ പരമാനന്ദായ നാമാശ്രവണേ. കൃഷ്ണ മര്യാദ ഹൈതകോട്ടി സുഖ സ്നേഹ ആചരണേ പരമാനന്ദായ നാമശ്രവണേ. In conclusion, dealings in affection with the Supreme Personality of Godhead bring happiness many millions of times greater than dealings with him in awe and veneration. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആ സമീപനം, ഭഗവാനായിട്ടുള്ള ബന്ധം അല്ലെ, ഇതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോ ആവ് ആൻഡ് റെവറൻസ്, വെനറേഷനിൽ നമ്മൾ ഭഗവാനെ സമീപിക്കുന്നു, സ്നേഹത്തോടു കൂടി സമീപിക്കുന്നു, വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഏതാണ് ഹയർ? ഡെഫിനറ്റ്ലി നമുക്ക് സന്തോഷം പകരുന്നത് ഭഗവാനുമായിട്ടുള്ള അഫെക്ഷൻ മോഡിലാണ്. അപ്പോ അഫെക്ഷനിലാണ് ഗോപികമാരും അതേപോലെ യശോദമായ
വൃന്ദാവനത്തെ എല്ലാ വാസികളും, അതേപോലെ അർജുനൻ പോയിട്ടുള്ള അതേപോലുള്ള എല്ലാ സഖകളും എല്ലാം അഫെക്ഷനോട് കൂടിയിട്ടാണ്. അവിടെ ഓൺ വെനറേഷൻ അല്ല, വൈകുണ്ഠത്തില് ഉള്ള ആ ഐശ്വര്യഭാവത്തിലല്ല ഗോലോക വൃന്ദാവനത്തില്. ഓക്കെ, ഗോലോക വൃന്ദാവനം എന്ന് പറഞ്ഞാൽ അവിടെ വൃന്ദാവനം, മഥുര ആൻഡ് ദ്വാരക, ഈ മൂന്നും കൂടിയതാണ് ഗോലോക വൃന്ദാവനം. അപ്പൊ അതിൽ ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്നതാണ് വൃന്ദാവനം. അത് താഴെയാണ് മധുര, അതിലും താഴെയാണ് ദ്വാരക. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി, ഏറ്റവും എപ്പിറ്റോം ഓഫ് അഫെക്ഷൻ വൃന്ദാവനത്തിലാണ്. അതാണ് ഗോപികുമാർ. അതാണ് ഇവിടെ പറയുന്നത്, ഇൻ കൺക്ലൂഷൻ, ഡീലിങ്സ് ഇൻ അഫെക്ഷൻ വിത്ത് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ബ്രിങ് ഹാപ്പിനെസ് many millions of times greater than the dealings with him in on the friend. എത്രയോ മില്യൺസ് ടൈംസ് കൂടുതലാണ് അങ്ങനെ അഫെക്ഷനിലായിട്ടുള്ള ആ ഡീലിങ്സ് ഭഗവാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡിഫറെന്റ് മെലോസ്, രസങ്ങള്, ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. അപ്പൊ മാധുര്യരസം അതാണ് ഏറ്റവും അപ്പൊ പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ഗോലോക വൃന്ദാവനത്തിനും മാധുര്യരസമാണ്. മറ്റെല്ലാ രസങ്ങളും ഉണ്ടെങ്കിലും കൂടിയിട്ട് പ്രിഡോമിനന്റ് ആയിട്ട് ഏതാണ്? മാധുര്യരസം അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്നത്, ഭഗവാനും ഏറ്റവും സന്തോഷം പകരുന്നത് അതാണ്. ഏതബലി ഗോവിന്ദേര കൈലാലിംഗന ഗോവിന്ദ കരില പ്രഭുര ചരണവന്ദന. ഏതാകാലി ഗോവിന്ദേര കൈല ആലിംഗന ഗോവിന്ദ കരീല പ്രഭുര ചരണ വന്ദന. After saying this, Sri Chaitanya Mahaprabhu embraced Govinda, and Govinda in turn offered his respectful obeisance unto Sri Chaitanya Mahaprabhu. അപ്പൊ ഇതെല്ലാം പറഞ്ഞ ശേഷം ചൈതന്യ മഹാപ്രഭു ഗോവിന്ദനെ ആലിംഗനം ചെയ്തു. ആൻഡ് ഗോവിന്ദൻ തിരിച്ച് അദ്ദേഹത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ വീണ് നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോരുത്തരെയും സ്വീകരിക്കാൻ അവരുടേതായിട്ടുള്ള ആ സ്ഥാനത്തിന്റെ ലെവലില് സ്വീകരിക്കും. അതാണ് ഇവിടെ നമ്മളെ പഠിപ്പിച്ച് തരുന്നത്. നമ്മൾ എങ്ങനെ റിസീവ് ചെയ്യണം നമ്മുടെ സീനിയേഴ്സിനെ, നമ്മളുടെ കണ്ടംപററി, അതായത് നമ്മുടെ സമാനമായിട്ടുള്ള ആൾക്കാരെ, നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ അവരെ സ്വീകരിക്കണം എന്നുള്ളതും കൂടി നമുക്കിന്ന് പഠിക്കാം. പ്രഭു കഹേ ഭട്ടാചാര്യ കരഹ വിചാരാം ഗുരുര കിങ്കരഹയ മാനേസ ആമാരാ. പ്രഭു കാഹേ ഭട്ടാചാര്യ കരഹ വിചാര ഗൗരവ കിങ്കരഹയ മന്യസേ അമാരാ. Sri Chaitanya Mahaprabhu then continued speaking to Sarvabhauma Bhattacharya. Consider this point. The servant of the spiritual master always respected for me. Chaitanya Mahaprabhu Sarvabhauma Bhattacharya പറയണ ഈ കാര്യം മനസ്സിലാക്കൂ. അതായത് എൻ്റെ സ്പിരിച്വൽ മാസ്റ്ററുടെ സേവകനെ എപ്പോഴും എനിക്ക് ആദരവോടുകൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവര് എൻ്റെ സേവകനല്ല എന്നാണ് പറയുന്നത്. നോക്കാം എന്താ പറയുന്നത്. തൻഹാരി ആപന സേവ കരയിതേന യുയായ ഗുരു ആജ്ഞ ദിയാചേന കി കരി ഉപായ. തനര അപന സേവ കരയിതന യുവായ ഗുരു അഞ്ജന ദിയാചേന കി കരി ഉപായ. കൃഷ്ണ. As such, it is not befitting that the Guru's servant should engage in my personal service. Yet my spiritual master has given this order, what shall I? ചൈതന്യ മഹാപ്രഭു ഭട്ടാചാര്യോട് ചോദിക്കുകയാണ്, തൻ്റെ ഗുരുവിന്റെ ശിഷ്യനെ എനിക്ക് എൻ്റെ സേവകനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം തന്നെ എൻ്റെ ഗുരു തന്നിരിക്കുന്ന നിർദ്ദേശം ഏതാണ്? അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. A guru, servants or disciples are all god brothers to one another. And as such, they should all respect one another as Prabhu or Master. No one should disrespect his god brother. For this reason, Sri Chaitanya Mahaprabhu asked Sarvabhauma Bhattacharya what to do about Govinda. അപ്പോൾ എല്ലാവരും ഈക്വൽ ആണ്, കാരണം എല്ലാം ഒരേ ഗുരുവിന്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് അവരെ ഈക്വലായിട്ട് കാണണം, അവരെ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ജംഗ്ഷനിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആരോട് ചോദിക്കുന്നത്? സർവഭൗമ ഭട്ടാചാര്യോട് ചൈതന്യ മഹാപ്രഭു ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു സർവഭൗമ ഭട്ടാചാര്യോട് ചോദിക്കുന്നത്? കാരണം സർവഭൗമ ഭട്ടാചാര്യ വയസ്സുകൊണ്ട് വളരെ മൂത്തതാണ്. അവിടുത്തെ ഒരു നല്ലൊരു ഭക്തനാണ്. അവിടെ ജഗന്നാഥ്പുരിയിലത്തെ സൂപ്രിണ്ടന്റന്റ് ആണ്.
ഒരു സ്ഥാനം മാനമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. Sri Chaitanya Mahaprabhu, spiritual master, and now Ishwarapuri had ordered Govinda to become Sri Chaitanya Mahaprabhu's personal servant. Okay. ആരാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്? ഗോവിന്ദനെ ഈശ്വരപുരിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവിടെ പോയിട്ട് എനിക്ക് എങ്ങനെ സേവനം ചെയ്തു അതേപോലെ അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ തിരോഭാവത്തിന് മുമ്പ് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണത്. സോ വാട്ട് വാസ് ടു ബി ഡൺ? This was the inquiry Sri Chaitanya Mahaprabhu placed before Sarvabhauma Bhattacharya, an experienced friend. Okay. ഈ ചോദ്യമാണ് ചൈതന്യ മഹാപ്രഭു സർവഭൗമ ഭട്ടാചാര്യയുടെ മുമ്പിൽ വെച്ചത്. എന്താണ് പ്രഭുപാദ പറയുന്നത്? an experienced friend. വളരെ അനുഭവസ്ഥനായിട്ടുള്ള ഒരു കൂട്ടുകാരനോട് ചോദിക്കുന്ന പോലെ. भट्टा कहे गुरुराज्ञा हया बलवान गुरु आज्ञा न लंघिए शास्त्र प्रमाण. भट्टा काहे गुरु अंजना हया बलवान गुरु आज्ञा न लंघिए शास्त्र प्रमाण. ഗുരു എന്താ പറഞ്ഞ? ഗുരുവിന്റെ ആജ്ഞയാണ് ബലവാൻ, അതാണ് ശക്തി, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിന്റെ ഗുരുവിന്റെ ആജ്ഞയെ നമ്മൾ ലംഘിക്കാൻ പാടില്ല, അതാണ് ശാസ്ത്രപ്രമാണം എന്ന് പറയുന്നത്. Sarvabhauma Bhattacharya said, the order of the spiritual master is very strong and cannot be disobeyed. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്താണ് ഒപ്പീനിയൻ? ഭട്ടാചാര്യയുടെ ഒപ്പീനിയൻ, അതായത് എന്താണോ ഗുരു പറഞ്ഞത് അതാണ് ഫൈനൽ വേർഡിക്റ്റ്. ശാസ്ത്രം എന്ത് തന്നെ പറഞ്ഞോട്ടെ, ഗുരു പറയാണ് ഇതാണ് ചെയ്യേണ്ടത് പറഞ്ഞ് ചെയ്യാം. ആൻഡ് കാനോട്ട് ബി ഡിസൊബേഡ്, അത് ഡിസൊബേ ചെയ്യാൻ പാടില്ല, നിരസിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് ദ ഇൻജങ്ഷൻ ഓഫ് ദ ശാസ്ത്രാസ്. ശാസ്ത്രത്തിൽ അതും പറഞ്ഞിട്ടുണ്ട്, ദ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ്. പ്രഭുപാദ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഭുപാദ പോണ സമയത്ത് അന്നത്തെ ഇനീഷ്യൽ ഡിവോട്ടീസ് എല്ലാം ഏത് കൾച്ചറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്? ഹിപ്പീസ് ആയിരുന്നു അല്ലെ. എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നില്ല ഹിപ്പികൾക്ക്. അവരെ ഈ തരത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടതകളും ക്ലേശങ്ങളും പ്രഭുപാദ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ പ്രഭുപാദര ഒരു ആ കാരുണ്യം, അനുകമ്പ കാരണമാണ് ഇവരെല്ലാം ഒരു നല്ലൊരു സിവിലൈസ്ഡ് പൊസിഷനിലേക്കും ഒരു ഭക്തന്മാരായിട്ടൊക്കെ വന്നത്. ആ സമയത്ത് ചില സമയത്ത് കല്യാണം കഴിക്കും ഇവരൊക്കെ പ്രഭുപാദര ഇൻസ്ട്രക്ഷൻ പ്രകാരം. നിങ്ങൾ അങ്ങനെ ഇങ്ങനെയും മിങ്കിൾ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഗൃഹസ്ഥ ലൈഫിൽ പോകണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ദേ കനോട്ട് ഗെറ്റ് അലോങ്, രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ പ്രഭുപാദരുടെ അടുത്ത് വന്ന് പറയും, പ്രഭുപാദ് ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഡൈവേഴ്സ് വേണം. അപ്പൊ നമ്മുടെ വേദിക് പ്രകാരം ഡൈവേഴ്സ് പറഞ്ഞൊരു കാര്യമില്ല, വിവാഹമോചനം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല, അത് വേദിക് കാര്യത്തിലില്ല. അതുകൊണ്ട് പ്രഭുപാദയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഡൈവേഴ്സ് സമ്മതിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും പ്രഭുപാദ ആ സർക്കംസ്റ്റൻസസും ആ കാര്യഗൗരവങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് ചില ഡിവോട്ടീസിന് പ്രഭുപാദ സമ്മതം കൊടുക്കും. എന്ത്? ഓക്കെ, ഗോ ഹെഡ്, ഡൈവേഴ്സ് ചെയ്തു. പക്ഷേ മറ്റുള്ള ഇത് ശരിക്കും അറിയാത്ത ആൾക്കാര്, നമ്മളുടെ മറ്റു പല സന്യാസിവര്യന്മാരും മറ്റു ചില ഡിവോട്ടീസും ഇതിനെ വിമർശിക്കും. കാരണം പ്രഭുപാദ എങ്ങനെ അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല, നമ്മളുടെ വേദപ്രകാരം ഡൈവേഴ്സ് ഇല്ല. പക്ഷെ എന്താണ് പ്രഭുപാദ ഡിവോട്ടീസ് ചോദിച്ചു, പ്രഭുപാദ എങ്ങനെയാണ് പ്രഭുപാദനെ സമ്മതിച്ചത്? ഡൈവേഴ്സ് ഇല്ല നമ്മുടെ ഇതില്. ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു സെപ്പറേറ്റ്? ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് നോട്ട് ദർ, ദാറ്റ് ഇന്റൻഷൻ ഈസ് നോട്ട് ദർ ഇൻ വേദാസ്. പ്രഭുപാദ പറഞ്ഞത് അത് എനിക്കറിയാം, പക്ഷെ ഞാൻ അതിന് സമ്മതം കൊടുത്തില്ലെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ സമ്മതിച്ചില്ലെങ്കിലും അവരത് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഗുരുനിന്ദയായിരിക്കും. അപ്പൊ അതിനേക്കാളും നല്ലത്, ആ ഗുരുനിന്ദ കിട്ടുന്നേക്കാളും നല്ലത് ഇതിനെ ഞാൻ സമ്മതിച്ചു കൊടുത്താൽ ആ ഗുരുനിന്ദയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാം. പ്രഭുപാദ പറയാൻ പാടില്ല, ഇത് തെറ്റാണ്, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ പാടില്ല, നമ്മുടെ വേദപ്രകാരം ഡൈവേഴ്സ് പാടില്ല, അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും എനിക്ക് തരാൻ പറ്റില്ല, എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല, നിങ്ങൾ അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ
അവർ ജീവിക്കില്ല. കാരണം വെച്ചാൽ അവരൊരു ശുദ്ധ ഭക്തി ലെവലിൽ വന്നിട്ടില്ല. ഗുരുവിന്റെ വാക്കിനെ നിരസിച്ച് അവര് ദേ വിൽ സെപ്പറേറ്റ് ദംസെൽസ്. അപ്പൊ എന്തായി? അതിനേക്കാളും പാപമായി ഗുരുനിന്ദായിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രഭുപാദ ഗിവ്സ് പെർമിഷൻ. ആലോചിച്ച് നോക്കൂ. പ്രഭുപാദ ആ ഒരു അനുകമ്പ, തന്റെ ഭക്തന്മാരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ആ ഒരു കാരുണ്യമാണ് പ്രഭുപാദ അവിടെ കാണിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സർവഭൗമ ഭട്ടാചാര്യ said the order of the spiritual master is very strong and cannot be disobeyed. അപ്പൊ പ്രഭുപാദ എന്താണ്? പ്രഭുപാദ എല്ലാവരും ഇൻസ്ട്രക്ഷൻ കൊടുക്കില്ല. അറിയാം തന്റെ ഭക്തന്മാരെ, തന്റെ ശിഷ്യന്മാരെ ഏത് ലെവലിലാണ്. ഓക്കെ, അത് അനുസരിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും സെയിം ഇൻസ്ട്രക്ഷൻ കൊടുക്കില്ല. അപ്പൊ അതുകൂടി നോക്കാണ്ട്. ഓക്കെ, ആ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം 2 കൊല്ലത്തെ ആയിട്ടുള്ളൂ. എന്നിട്ട് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിനോട് പ്രഭുപാദ് ചോദിച്ചു, ഹൗ ഈസ് യുവർ ഫാമിലി ലൈഫ് ഗോയിങ് ഓൺ? ഓ പ്രഭുപാദ് ഈസ് വെരി നൈസ്. ഞാൻ മുമ്പ് ഒറ്റയ്ക്കായിരുന്നു, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താക്കന്മാരും വളരെ നന്നായിട്ട് ഡിവോഷൻ സർവീസ് ചെയ്യുന്നുണ്ട്, നല്ല പ്രീച്ചിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വി ആർ വെരി ഹാപ്പി ആൾസോ. പ്രഭുപാദ് എന്താ പറഞ്ഞറിയോ? ഓ ഇറ്റ്സ് നൈസ്, വെരി നൈസ്. സോ വൈ ഡോണ്ട് യു ടേക്ക് സന്യാസ്? ആലോചിച്ചു. ഓക്കെ, വളരെ നന്നായിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ പ്രഭുപാദ എന്താ പറഞ്ഞ് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിനോട് ടേക്ക് സന്യാസ്. കാരണം പ്രഭുപാദയ്ക്ക് അറിയാം തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിന്റെ ലെവല്. ഗുരുവിന്റെ വാക്യമാണ്. ആ ഗുരുവിന്റെ വാക്യത്തിനെ അതായത് നിരസിക്കില്ല എന്ന് നന്നായിട്ട് അറിയാം. ആൻഡ് ഹി ഡിഡ് സോ. ഹി took sannyas. He left his wife. അപ്പൊ എങ്ങനെയാണ് ഓരോരുത്തർക്കും കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങള്? അത് ജനറൽ നിർദ്ദേശങ്ങളല്ല, അക്കോർഡിംഗ് ടു ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റൻസസ്. ആർക്ക് എത്ര കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റൂ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഗുരു കൊടുക്കുക. ജനറൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാവർക്കും കൊടുക്കും, പക്ഷേ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് എല്ലാവർക്കും ബാധകമല്ല. ആ പെർട്ടിക്കുലർ ഡിസൈപ്പിളിന് മാത്രമേ അത് ബാധകമുള്ളൂ. അപ്പൊ ഗുരുവിനറിയാം ഒരു ഡിസൈപ്പിളിന്റെ കഴിവ്, അവരുടെ കപ്പാസിറ്റി, അവരുടെ കാപ്പബിലിറ്റി അനുസരിച്ചിട്ട് ഗുരു നിർദ്ദേശിക്കും. ഒരാൾക്ക് 5 കിലോ വെയിറ്റ് ആണ് ഏറ്റാൻ പറ്റുക, 5 കിലോ കൊടുക്കുള്ളൂ. 10 കിലോ വെയിറ്റ് ഏറ്റാൻ പറ്റും, 10 കിലോ കൊടുക്കും. അതേപോലെ ഒരു ശിഷ്യന്റെ കഴിവ് അനുസരിച്ചിട്ട് ഒരു സ്പിരിച്വൽ മാസ്റ്റർക്ക് അറിയാം എത്രത്തോളം ഡോസ് കൊടുക്കാന്നുണ്ട്. അതാണ് പറയുന്നത്, ദാറ്റ് ഈസ് ദ ഇൻജെക്ഷൻ ഓഫ് ദ ശാസ്ത്ര, ദ റിവീൽഡ് സ്ക്രിപ്ചർ. അതായത് സ്പിരിച്വൽ മാസ്റ്ററുടെ ഇൻസ്ട്രക്ഷൻ ആണ് ഫൈനൽ. പിന്നെ നമ്മൾ അയ്യോ വേദങ്ങളിൽ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ തല ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റർ, ജസ്റ്റ് ഡു ഇറ്റ്. പിന്നെ നമ്മൾ അവിടെ തല പൊളിക്കേണ്ട ആവശ്യമില്ല. വേദങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതിങ്ങനെ ഇല്ല. ദാറ്റ് ഈസ് ദ ഫൈനൽ വേർഡിക്റ്റ്. അതാണ് ഇവിടെ സർവഭൗമ ഭട്ടാചാര്യ പറഞ്ഞത്. അതായത് വേദങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് തന്റെ ഗോഡ് ബ്രദറെ സേവകനായിട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനും കൂടി ഗുരുവിന്റെ ആജ്ഞയാണിത്. ആ ഗുരുവിന്റെ ആജ്ഞയെ നിരസിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് എ ഫൈനൽ വേർഡിക്റ്റ്. പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ്. ഇതാണ് സർവഭൗമ ഭട്ടാചാര്യ ചൈതന്യ മഹാപ്രഭു ചോദിച്ചതിന് ഉത്തരം കൊടുത്തത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय. प्रभुपाद की जय. गुरु महाराज की जय. गो प्रेमानंदे. हरि हरि बोल.